പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത്സ്വപ്നജാഗര സുഷുപ്തിമവൈതി നിത്യം തദ്ബ്രഹ്മനിഷ്കലമഹം ന ച ഭൂതസംഗഃ. പ്രാതർഭജാമി മനസാ വചസാം അഗമ്യം വാചോ വിഭാന്തി നിഖിലാ യദനുഗ്രഹേണ യന്നേതി നേതി വചനൈഃ നിഗമാ അവോചൻ തം ദേവദേവമജമച്യുതം ആഹുരഗ്ര്യം. പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തിം യസ്മിന്നിദം ജഗദശേഷമശേഷമൂതം രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. 3 ശ്ലോകം. സാധാരണ 3 ശ്ലോകമായിട്ട് ഉണ്ടാവാറില്ല. 5 ശ്ലോകം, 8 ശ്ലോകം, അല്ലെങ്കിൽ 1 ശ്ലോകം. ഇത് ശ്ലോകത്രയമാണ്. ശ്ലോകത്തിന്റെ ആശയം നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞ് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത്, നിധിധ്യാസനം എന്ന് പറയുമ്പോൾ തന്നെ ധ്യാനം എന്നർത്ഥമായി. നിധിധ്യാസനം ചെയ്ത് അതിനെ സാക്ഷാത്തായിട്ട്, എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് അനുഭവിക്കുക. അതിന് ഒരു ടാബ്ലറ്റ് തരുന്ന പോലെയാണ് ശ്ലോകം. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ ടാബ്ലറ്റ് കഴിക്കുക. അതുപോലെ അറിയാതെ ഉള്ളിൽ പോകുന്ന പോലെ ഈ ശ്ലോകം ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തെളിയും. അതിനാണ് ഈ ശ്ലോകരൂപത്തിലാക്കിയത്. അത് മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ട് മനസ്സ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് അൺകോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ പതുക്കെ പതുക്കെ ഇറങ്ങണതാണ് എന്നും ഋഷികൾക്കറിയാം. അതിന് ആഴം കൂടുതലുണ്ടാവും. ആട്ടെ, അപ്പോ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. രാവിലെ നേരത്തെ ഉള്ള സമയത്തിനാണ് പ്രാതഃ എന്ന് പറയണത്. പ്ര എന്ന് വെച്ചാൽ ബിഫോർ എന്നർത്ഥം. പ്രഭാതം. ഭാഹ എന്ന് വെച്ചാൽ പ്രകാശം, സൂര്യൻ ഉദിക്കൽ. സൂര്യൻ ഉദിക്കുന്നതിന് ബിഫോർ, ബിഫോർ ദ ഡോൺ അല്ലേ, അതാണ് പ്രഭാതം. ദോഷം എന്ന് വെച്ചാൽ രാത്രി എന്നർത്ഥം. ദോഷ. പ്രദോഷം എന്ന് വെച്ചാൽ രാത്രിക്ക് മുമ്പ്. പ്രീ ഡിഗ്രി, പ്രിഫേസ്, പ്രിഫേസ് അല്ലേ. അതൊക്കെ ഇംഗ്ലീഷും സംസ്കൃതവും ഒരേ യൂസേജ് തന്നെ. നോക്കൂ, പ്രീ, പ്രീ തന്നെ. അത് പ്രീ ഡിഗ്രി, പ്രിഫേസ്, പ്രിലിമിനറി, പ്രഭാതം, പ്രദോഷം. അപ്പോ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം ബ്രാഹ്മമുഹൂർത്തം എന്ന് ചൊല്ലും നമ്മൾ. ആ സമയത്തില് ബ്രഹ്മവിചാരം ചെയ്യണം. അതിന് പല കാരണങ്ങൾ. ഋഷികളൊക്കെ ആ സമയത്ത് ബ്രഹ്മവിചാരം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അനുകൂലമാണ് ആ സമയം. സന്ധിസ്ഥാനങ്ങളൊക്കെ തന്നെ അനുകൂലമാണ്. എന്നുവെച്ചാൽ കൺജങ്ഷൻ, രാത്രിയും പകലും കൂടി ചേരുന്ന സന്ധിയാണല്ലോ. അപ്പൊ ആ സന്ധിസ്ഥാനങ്ങളൊക്കെ തന്നെ അനുകൂലമാണ്. പിന്നെ
പല കാരണങ്ങളുണ്ട് ഈ ബ്രാഹ്മമുഹൂർത്തത്തിനെ പറയാൻ. ഇന്ന് മോഡേൺ ലോജിക് കൊണ്ട് ചിലരൊക്കെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കയിൽ പകലല്ലേ? നീ അമേരിക്കയൊന്നും നിങ്ങൾക്ക് ഈശ്വരനായിട്ട് അറിയിച്ചില്ലല്ലോ, നിങ്ങൾ അറിയണതല്ലേ. നിങ്ങൾക്ക് എന്താണോ അതെടുത്താൽ മതി. അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രഭാതം, ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഭാതം. നിങ്ങൾ അമേരിക്കയിലത്തെ കാര്യമൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഈ പ്രഭാത ബ്രാഹ്മമുഹൂർത്ത സമയത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഉള്ള കാരണം എക്സ്റ്റേണൽ ടൈം വെച്ചുകൊണ്ട് മാത്രമല്ല, ദാറ്റ് ഈസ് ദ ടൈം വെൻ യു കം ഔട്ട് ഓഫ് ഡീപ് സ്ലീപ്പ്. അതാണ് അതിലൊരു മുഖ്യ കാരണം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളവർക്ക് അത് ബാധകാവില്ലായിരിക്കും. കാരണം നേരം വിളിച്ചാൽ ഇരുന്ന് ഉറക്കം തൂങ്ങുമല്ലോ. അപ്പോ രാത്രി നേരെ ചൊവ്വ ഉറങ്ങി എഴുന്നേക്കുന്ന ആളുകളെയാണ് നമ്മൾ മനുഷ്യരുടെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വേറെ പേരുണ്ട്, നിശാചരാഹ എന്ന് പേര്. ഈ സമ്പ്രദായമൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ്. ഇതൊക്കെ ആർഷമല്ലാത്ത, നമ്മളെ ദുഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന സമ്പ്രദായമാണ്. അതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുത്തിട്ട് അമേരിക്കക്കാരൻ പൈസ തരണു, ആഫ്രിക്കക്കാരൻ പൈസ തരണു എന്ന് പറഞ്ഞിട്ട് വഴങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണ്. ഈ സമ്പ്രദായമൊക്കെ എല്ലാവരും കൂടെ കൂട്ടമായി എന്തിനൊക്കെയോ സമരം ചെയ്യണമല്ലോ. ഇതിനൊക്കെ എതിരെ സമരം ചെയ്യണം. ആ 5 മണിക്ക് ശേഷം വൈകുന്നേരം ജോലി ചെയ്യില്ല എന്ന് വേണം. 4 മണിയേ പാടുള്ളൂ. പണ്ട് 10 to 4 ആണ്. മനുഷ്യൻ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചവനൊന്നും അല്ല. ആദ്യം ഈ തലയിലുള്ള മാറാലൊക്കെ അങ്ങോട്ട് അടിച്ചു നീക്കണം. അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കാൻ വേണ്ടി അധ്വാനിക്കണം എന്നേ അർത്ഥമുള്ളൂ. കുരുവികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അധ്വാനിക്കണില്ല. അതുപോലെ ശരീര നിർവഹണത്തിന് അവനവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നല്ലാതെ അധ്വാനിക്കണമെന്ന് പറഞ്ഞ് രാവും പകലും പണിയെടുത്ത് ലോകത്തിനെ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോ, അല്ലേ? നമ്മളുടെ അധ്വാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നാശം മാത്രമേ പ്രയോജനമുള്ളൂ. പ്രകൃതി എന്തൊക്കെ സുന്ദരമാക്കുന്നു അതൊക്കെ നമ്മളുടെ അധ്വാനം കൊണ്ട് നശിപ്പിക്കണം. പ്രകൃതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പ്രകൃതി സമുദ്രജലത്തിനെ സൂര്യപ്രകാശം കൊണ്ട് കുടിച്ച് ശുദ്ധമാക്കി നിർമ്മല നദിയായിട്ട് ഒഴുക്കുമ്പോൾ നമ്മളുടെ അധ്വാനം കൊണ്ട് അതിൽ ഡ്രെയിനേജ് കൊണ്ടുപോയി കലക്കണം. ഇത്രയല്ലേ ചെയ്യുള്ളൂ. നമ്മളുടെ സിവിലൈസേഷൻ കൊണ്ട് പ്രകൃതിയുടെ പരിശുദ്ധിയെ നശിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇറ്റ് ഷോസ് ദാറ്റ് യുവർ എഫേർട്ട് സ്പ്രിങ്സ് ഫ്രം ഇഗ്നറൻസ്. ഇതൊക്കെ നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ ഇവിടെ പറയണത്. സാധാരണ നിങ്ങൾ ലോകത്തിൽ കേട്ടിരിക്കുന്നത് മുഴുവൻ അധ്വാനിക്കുക, ലോകത്തിൽ മുൻപിൽ വരിക, ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാവുക, എല്ലാരേക്കാളും വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയാം. മഹാത്മാഗാന്ധി പറഞ്ഞത് എങ്ങനെയാണ്? ആസ്പത്രികളില്ലാത്ത ഇന്ത്യ, സ്കൂളുകളില്ലാത്ത ഭാരതം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗാന്ധിയെ നെഹ്റു അടക്കം പറഞ്ഞു ഏറ്റവും അപ്രായോഗികമായ ആശയങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറയണത് എന്നാണ്. ആസ്പത്രികളില്ലാത്ത ഭാരതം, ആസ്പത്രിക്കാർ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ആസ്പത്രികളില്ലാത്ത ഭാരതം, സ്കൂളുകളില്ലാത്ത ഭാരതം, വലിയ വലിയ ഫാക്ടറികളും ഇൻഡസ്ട്രികളും ഇല്ലാത്ത ഭാരതം എന്നൊക്കെ പറഞ്ഞു. അപ്പോ എല്ലാരും പറഞ്ഞു ഇദ്ദേഹം വിഡ്ഢിത്തം വിളിച്ചു പറയുകയാണ്. അദ്ദേഹം പറയണത് നിങ്ങൾ എത്ര കണ്ട് ആസ്പത്രികൾ വരണോ അത്ര കണ്ട് നിങ്ങൾ രോഗങ്ങൾ ഉണ്ടാക്കും. ശൃംഗേരി ആചാര്യ പറഞ്ഞു ഒരു ആസ്പത്രി തുടങ്ങി. അപ്പോ അദ്ദേഹത്തിനെ അനുഗ്രഹ ഭാഷണത്തിന് വിളിച്ചപ്പോ അവിടെ പോയപ്പോ പറഞ്ഞു, ഞാൻ എന്ത് അനുഗ്രഹിക്കും? ആസ്പത്രി നന്നായിട്ട് നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ? അപ്പൊ ധാരാളം രോഗികൾ ഉണ്ടാവട്ടെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആശീർവദിച്ചതാവും. വരുന്നവരെയൊക്കെ നല്ലവണ്ണം ചികിത്സിച്ച് ഇനി അവർക്ക് മഹാരോഗങ്ങളൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ചികിത്സിച്ച് അയക്കാൻ നിങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. സ്കൂളുകള് ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. വിദ്യാഭ്യാസം മനുഷ്യനെ
ഒറിജിനൽ സോഴ്സ് ഓഫ് നോളജിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വിപരീതമാവും അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ അല്ല. എന്താന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ട്രെയിൻ എങ്ങനെ കമിഴ്ന്നു വീഴുമ്പോ അതിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണമെന്നവനും രക്ഷപ്പെടണ്ടെന്ന് ആഗ്രഹിക്കണമെന്നൊക്കെ ഒന്നിച്ചു പോകും. അതാണ് സമൂഹത്തിന്റെ ഉള്ളിലുള്ള സ്ഥിതി. ഇത് ഈ പറയാൻ കാരണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് അതിര് കവിഞ്ഞ് നമ്മളുടെ എഫേർട്ടിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു ഭ്രമം, ഒരു ഇല്ലൂഷറി തോട്ടുണ്ട്. അധ്വാനിക്കുന്ന ഞാൻ ഒരു വലിയ ആളാണെന്നും വലിയ കാര്യമാണെന്നും നമ്മൾ നമ്മളുടെ കോൺഷ്യൻസിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രാപ്പകലായി പണിയെടുക്കുന്നത് ഒരു പൂജ പോലെ ആദരവുള്ള ഒരു കാര്യമാണ്, ലോകമംഗളകരമായ ഒരു കാര്യമാണെന്നൊക്കെ ധരിച്ചു നമുക്ക് പണിയെടുക്കുന്നത് തെറ്റില്ല. നമുക്ക് കുറെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, മനസ്സിനുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അതിനുവേണ്ടിയൊക്കെ ചെയ്യാം. പക്ഷേ രാവുമില്ല, പകലുമില്ല, രാത്രിയുമില്ല, ഉറക്കമില്ല, നമ്മളുടെ അനുഷ്ഠാനങ്ങളൊക്കെ പോകുന്നു. നമുക്ക് സമാധാനം ഇല്ലാതാവുകയാണെങ്കിൽ അത് എന്ത് ജോലി, എന്ത് അധ്വാനം? നമ്മളുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി ജോലി എടുക്കണം? സുഖമായിട്ടിരിക്കാൻ. ആ സുഖം, ശാന്തി, ഹാർമണി തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ ആ ജോലി എന്തിനു കൊള്ളും? അപ്പോ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ ഉറക്കം. വേദം പ്രാധാന്യം കൊടുക്കുന്നത് ഊണ് കഴിക്കൽ, ഉറക്കം, ചര്യകൾ, മനുഷ്യന്റെ ഡെയിലി ലൈഫ് ഓർ ഫാമിലി ലൈഫ്, കുട്ടികള്, അവരുടെ ജീവിതം, ഇതിനെയൊക്കെയാണ് വേദം പറയണത്. ഇതൊക്കെ സ്പിരിച്വലായിട്ടാണ് വേദം പറയണത്. നമ്മൾക്ക് സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, പൂജയിലൊക്കെയാണ്. വേദം പറയണത് നിദ്ര, കർമ്മം, വ്യവഹാരങ്ങൾ. ഇപ്പൊ കായേന വാച മനസ ഇന്ദ്രിയൈർവ ബുദ്ധ്യാ ആത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത്. ഇതൊക്കെ എപ്പോ ശരിയാവണോ അപ്പോഴേ നമ്മളുടെ അധ്യാത്മ ജീവിതം ശരിയാവുള്ളൂ. ശരീരം കൊണ്ട് ചെയ്യണത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യണത്, മനസ്സുകൊണ്ട് ചെയ്യണത്, ബുദ്ധി കൊണ്ട് ചെയ്യണത്, കാരണശരീരം കൊണ്ട് ചെയ്യുന്നത്, അതാണ് ഉറക്കം. ഇതൊക്കെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ, പ്രകൃതിയുടെ ഉള്ളിൽ ഭംഗിയായിട്ട് നടന്നാൽ മാത്രമേ അവന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ആട്ടെ, അപ്പോ അതിലാണ് നമുക്ക് ഈ പ്രാതസ്മരണ സ്തോത്രം നേരം വെളിച്ചായാൽ, വെളിച്ചാവുന്നതിന് മുമ്പ് തന്നെ, പ്രഭാതത്തിൽ തന്നെ നമ്മൾ തയ്യാറെടുക്കുകയാണ്. വാസ്തവമായി സെന്ററിനെ പിടിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ആ സെന്റർ എവിടെ ഇരിക്കണോ? നമ്മളുടെ തന്നെ അന്തരംഗത്തില്, നമ്മളുടെ ആഴങ്ങളില് ആ അനുഭൂതി കേന്ദ്രമുണ്ട്. അതിനെയാണ് സ്മരാമി. നേരത്തെ രാവിലെ സുഷുപ്തി കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ സ്മരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു വേഗ് റിക്കളക്ഷൻ ഓഫ് ദറ്റ് ഡിവൈൻ പ്രസൻസ് യു വിൽ ഹാവ്. ഡീപ് സ്ലീപ്പ് എന്ന് വരുന്നത് കൊണ്ട് മാത്രമാണത്. അത് എല്ലാ ദിവസവും സാധിക്കണില്ലല്ലോ രാവിലെ എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങൾ ധാരാളം സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം രാത്രി കഴിച്ചതുകൊണ്ട് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടായിട്ടുണ്ടാവും. സോ നാച്ചുറലായിട്ട് നിങ്ങളുടെ മനസ്സ് ഹൃദയസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഉറങ്ങിയാലൊന്നും രാത്രി ഉറങ്ങണതിന്റെ സുഖം കിട്ടാത്തത്. നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോളാം, ഉച്ചയ്ക്ക് ഉറക്കമല്ല, ഒരു ബോധക്കേട് മാത്രമാണത്. ഒരു പഴക്കം കൊണ്ട് നമ്മൾ കിടക്കുന്നല്ലാതെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തലവേദനയും പട്ടം കറക്കമൊക്കെ ഉണ്ടാവും പലർക്കും. ഇനിയിപ്പോ ചിലരൊക്കെ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും ആ ഉറക്കത്തിന് ആ ഡെപ്ത് ഉണ്ടാവില്ല. വളരെ ക്ഷീണിച്ച് തളർന്നു പോയിട്ടൊക്കെ ഉറങ്ങിയാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉറക്കത്തിൽ തന്നെ നമുക്ക് ഈ ക്വാളിറ്റി വ്യത്യാസം കാണും. നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു മാജിക് നടക്കുന്നതിനെയാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയണത്. വളരെ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു സാധാരണ കർമ്മമാണല്ലോ ഉറക്കം.
അധിക സമയം അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ. പക്ഷെ അതൊരു വളരെ വളരെ അദ്ഭുതമായൊരു കാര്യം ദിവസം നടക്കണു. കുറച്ചു നേരത്തേക്ക് നമ്മള് പ്രപഞ്ചവിഹീനരായിട്ടിരിക്കുകയാണ് അല്ലേ? അതാണല്ലോ ഇതിന് പറയേണ്ടത്. പ്രപഞ്ചമില്ലാതെ, പ്രപഞ്ചമോ ഞാനോ ഇല്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അധികം കാംക്ഷണീയമായിട്ട് തീരും. അവിടെ വിട്ട് ഉണർന്ന് എന്റെ വ്യക്തിമണ്ഡലത്തിലേക്ക് വരുമ്പോ അപ്പോഴാണ് പ്രഭാതം എന്ന് പറഞ്ഞത്. അപ്പോ സ്മരിക്കുകയാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം. എന്റെ ഹൃദയത്തിൽ നല്ലവണ്ണം പ്രകാശിക്കുന്ന, അപരോക്ഷമായിട്ട് പ്രകാശിക്കുന്ന. അപരോക്ഷം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് എന്നർത്ഥം. ഇപ്പോ ഇവിടെ അതിനാണ് അപരോക്ഷം എന്ന് പറയാം. അത് ഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് അല്ല, ഇമ്മീഡിയറ്റ് ആണ്. സച്ചിത് സുഖം പരമഹംസ ഗതിം തുരീയം. അതിന്റെ സ്വരൂപം എന്താ? സത്ത് ചിത്ത് സുഖം. അതുണ്ട്, അത് പ്രകാശിക്കുന്നു, അത് ആനന്ദം. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. പരമഹംസന്മാരുടെ അനുഭവമാണ്. പരമഹംസന്മാർ എന്ന് പറഞ്ഞാൽ ഈ അനുഭവമുള്ളവർ എന്നാണ് അർത്ഥം. അല്ലാതെ ഒരു വേഷം കൊണ്ട് ആരും പരമഹംസനാവില്ല. പരമഹംസൻ പേര് വെച്ചാൽ പരമഹംസനാവില്ല. ആർക്ക് ഈ ആത്മാനുഭവമുണ്ടോ, അതും രാപ്പകലായിട്ടുണ്ടോ, അൺഇന്ററപ്റ്റഡ് ആയിട്ടുണ്ടോ, അവിഛിന്നമായിട്ട് ഈ അനുഭവം ആരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ടോ അവരെ പരമഹംസാഹ എന്ന് പറയും. ഭാഗവതം അതിനുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് പരമഹംസ സംഹിത എന്ന് പേരതിന്. പാരമഹംസ്യാം സംഹിതായാം. പരമഹംസന്മാരുടെ ജ്ഞാനമാണത്ര അതിൽ പറയണത്. യസ്മിൻ പാരമഹംസ്യം ഏകമമലം ജ്ഞാനം പരം ഗീയത്തെ. ശരിക്കും പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടായി അതിൽ നിഷ്ഠമാവാനായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ ജീവൻ മുക്തിക്കും ആത്മജ്ഞാനത്തിന് നടുവിൽ ഒരു സ്ഥാനമുണ്ട് എന്നാണ് ജ്ഞാനികളുടെ തന്നെ വേർഷൻ. ഒരു ഗ്ലിംസ് ഉണ്ടായി, അതിൽ പൂർണ്ണമായി നിഷ്ഠമായിട്ടില്ല. പക്ഷെ അദ്ദേഹം ജ്ഞാനിയാണ്, അദ്ദേഹത്തിന് അറിയാം. ആ അനുഭവത്തിൽ നിഷ്ഠമായാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണത്രേ ഭാഗവതം. നമുക്കിപ്പോ ഭാഗവതം സർവ്വ ആളുകളുടെയും പുസ്തകമാണ്. പക്ഷെ ഭാഗവതം എല്ലാവർക്കും ഉപയോഗപ്പെടും. കഥകളും സാധാരണ കാര്യങ്ങളും ഒക്കെ ഉണ്ടതില്. അതുകൊണ്ടാണ് അതിന് യസ്മിൻ പാരമഹംസ്യം ഏകമമലം ജ്ഞാനം പരം ഗീയത്തെ. പരമമായ ജ്ഞാനം, പാരമഹംസ്യമായ ജ്ഞാനം അതിൽ പറയപ്പെടുന്നു. നാരായണ ഗുരു സ്വാമിയൊക്കെ അവസാന കാലത്ത് എപ്പോഴും കയ്യിൽ ഭാഗവതം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഭാഗവതം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നായിരുന്നു. എന്താന്ന് വെച്ചാൽ PhD സ്റ്റുഡൻസിന് ഗൈഡ് ചെയ്യുമ്പോൾ അവരുടെ വിഷമം അറിയണമല്ലോ, അതുപോലെയാണത്. അപ്പോ പരമഹംസഗതിം തുരീയം, പരമഹംസന്മാരുടെ പൂർണ്ണ നിഷ്ഠ. പരമഹംസന്മാർക്ക് ചിലതൊക്കെ തീർക്കാനുണ്ടാവും. എന്താ നാരായണ ഗുരുസ്വാമി പറയണ്ട്? വരുത്വാമലയിൽ ഇരിക്കുമ്പോൾ എഴുതിയതായിരിക്കണം ആ ശ്ലോകം. സുബ്രഹ്മണ്യ സ്തോത്രം ഒന്നുണ്ട്. അതിൽ അദ്ദേഹം പറയണു, നല്ലവണ്ണം എനിക്ക് ജ്ഞാനം തെളിഞ്ഞു, സുസ്പഷ്ടമായി ഉള്ളിൽ പ്രകാശിച്ചു, ഇനിയൊന്നും അറിയാനില്ല, ഇനി കുറച്ച് വേല ബാക്കിയുണ്ട്. എന്താ വേല എന്ന് വെച്ചാൽ തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കുവാൻ. എന്നുവെച്ചാൽ പൂർണ്ണമായി അതിൽ നിഷ്ഠമായിട്ട് ഇരിക്കണം. പക്ഷേ ഇത്തിരി വാസനയുടെ ബലം. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ലോകമംഗളത്തിന് ഉപകാരപ്പെട്ടു എന്ന് പറയുമെങ്കിലും പതഞ്ജലി പറയുന്നുണ്ട്, ഉള്ളിലെ സമാധിക്ക് വിഘ്നം പുറമേക്ക് ലോകത്തിന് ഉപയോഗപ്പെടുന്നതാണ്. യോഗിയുടെ ഉള്ളിലെ സമാധിക്ക് ഒരു വിഘ്നം വരുമ്പോ പുറമേക്ക് ലോകത്തിന് ഉപയോഗപ്പെടും അത്രയത്. സമാധൗ ഉപസർഗാഹ വ്യുത്ഥാനേ സിദ്ധയ എന്നാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയേണ്ടത് ഒരു കരുണ വന്നു, കാരുണ്യം. ഒരു മഹാപുരുഷൻ എന്റെ അടുത്ത് പറഞ്ഞു, ഈ കാരുണ്യം എന്നുള്ളത് ജ്ഞാനികൾക്ക് അടക്കാനേ പറ്റില്ല. അത് ഈശ്വര സ്വരൂപമാണ്.
അതിനെ ജ്ഞാനികൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ഈശ്വരന്റെ തന്നെ സ്വഭാവമാണ്. പക്ഷേ എന്താണ് നിയമം എന്ന് വെച്ചാൽ കാരുണ്യം വരണത് തെറ്റില്ല, അതുകൊണ്ട് പ്രവൃത്തിയിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ്. കാരുണ്യം ഇരുന്നാൽ തന്നെ മതി, അതുകൊണ്ട് തന്നെ ലോകത്തിന് മംഗളം ഉണ്ടാവും. പക്ഷെ അതിനോടുകൂടെ ബുദ്ധി യോജിച്ച് പ്രവൃത്തി തുടങ്ങിയാൽ അപ്പോ പല കുഴപ്പങ്ങളും ഉണ്ടായി വരും. അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല, എന്തുകൊണ്ട് ഈ കുഴപ്പം ഉണ്ടായി എന്ന്. കാരുണ്യം കൊണ്ടല്ലേ ചെയ്തത്, അതെ. പക്ഷേ പ്രവൃത്തിയിലിറങ്ങുമ്പോ ലോകത്തിനെയും മറ്റുള്ളവരെയും ഒക്കെ കൂട്ടുപിടിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫോഴ്സ് വരും. പരേച്ഛാപ്രാരബ്ധം എന്ന് പറയും. മറ്റു ആളുകൾ വരുമ്പോ 2-3 ആളുകൾ കൂടെ വന്നാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങളുടേതല്ലാത്തതായ ഒരു ഫോഴ്സ് ജനറേറ്റഡ് ആവും. ആ ഫോഴ്സിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾ പക്ഷെ അനുകൂലിക്കുമ്പോൾ ഒരു 3-4 പേര് കൂടെ ചേർന്നാൽ മതി. ആ 3-4 പേരുടെ പ്രാരബ്ധത്തിന്റെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് മധുകൈടപന്മാരെ പോലെ മുമ്പിൽ വന്ന് നിൽക്കും. ഈ നെഗറ്റിവിറ്റി ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിവിനിറ്റിയുടെ ഒരു ഭാഗമാണ് നെഗറ്റിവിറ്റി. വിഷ്ണു ഒന്ന് ചെവി കുടഞ്ഞു, അത്രയേ ഉള്ളൂ, 2 ആള് മുമ്പിൽ വന്നു. സാക്ഷാത് നാരായണൻ കിടക്കുന്നിടത്തൊന്ന് ചെവി കുടഞ്ഞതാണ്, ഒന്ന് എടുത്തു, 2 ആള് മുമ്പിൽ വന്ന് പരസ്പരം അടികൂടാൻ തുടങ്ങി. മധു കൈടവ്. ഇതൊക്കെ കഥകളൊക്കെ എന്താ അർത്ഥം? അപ്പൊ കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഫോഴ്സ് ഇവിടെ ഉണ്ട്. നാരായണ ഗുരുസ്വാമി പറയണത്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ. അവിടെയാണ് പിന്നെ ആട്ടെ എന്നാണ്, കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പൊ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പൊ അതിലിരിക്കണ്ട, പിന്നെ ആട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. കള്ളും കുടിച്ചിട്ടോ അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ടോ പലവിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യർക്ക് തിരിയൊന്ന് വഴി കാണിക്കാനുള്ള കാലമായിരുന്നു. പക്ഷെ അവസാനമാകുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും വേണ്ടിയുണ്ടായിരുന്നില്ല എന്നാണ്. വിവേകാനന്ദ സ്വാമിയും പറഞ്ഞു, അവസാനം പറഞ്ഞു, ഇത് മുഴുവൻ വിഡിത്താണ് ചെയ്തതെന്ന് പറഞ്ഞു സ്വാമി. സ്വാമി, ഗുരു, ഇതൊക്കെ ഞാൻ മുമ്പിൽ നിന്നതൊക്കെ വെറുതെയാണ്. രാമകൃഷ്ണദേവന്റെ മുമ്പില് ആ കൽക്കട്ട ദക്ഷിണേശ്വരത്തില് ആലമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുവല്ലോ, അതാണ് എന്റെ സ്വരൂപം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് കത്തുകളാണ്. അദ്ദേഹം തന്നെ പറയണ്ട്, ഇതൊന്നും കാര്യമില്ല, ഇതൊക്കെ ഒരു മായയാണ്. അവർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഒന്ന് നടന്നാൽ നടക്കുന്നതൊന്നും തെറ്റല്ല, അത് നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. ആ നടന്നു കഴിഞ്ഞിട്ട് അവസാനമാവുമ്പോ അവര് ജ്ഞാനികളായതുകൊണ്ട് അവർക്ക് അറിയണു, അത് കഴിഞ്ഞു, ഒരു പ്രാരബ്ധം ഉണ്ടായിരുന്നു, ഈ ഒരു കർമ്മം ചെയ്തു തീർക്കേണ്ടത് തീർന്നു എന്ന് പുറത്തുപോയി. നമ്മൾക്കത് വലിയ കാര്യമായിരിക്കാം, പക്ഷെ അവർക്കത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് അവരെന്തൊക്കെ ഉപകാരം ചെയ്തു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇത് ഒരു ഭ്രമാണ്. കാരണം ഇവിടെ ഉപകാരം ഉപദ്രവം ഒന്നുമില്ല ലോകത്തിന്, എല്ലാം ഈ കടലിലെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മള് തത്വമറിഞ്ഞ് വിമുക്തരാവാൻ വേണ്ടി മാത്രമാണ്. അത് ഓർത്തുകൊള്ള. ഒന്നും വേറെ ഒരു പണിയും നമുക്കിവിടെ ഇല്ല, വേറെ ഒന്നും നമുക്കിവിടെ ഇല്ല. നമ്മൾ അറിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സർവീസ് ദാറ്റ് യു ക്യാൻ ഡു. നമ്മൾ ശാന്തരായാൽ നിങ്ങളുടെ ഒരു ദർശനം മതി, നിങ്ങളുടെ ഒരു സാന്നിധ്യം മതി ലോകത്തിന് മംഗളം ഉണ്ടാവാൻ. പിന്നെ ബാക്കി നല്ല കാര്യങ്ങൾ എന്ന് പറയണതൊക്കെ തനിയെ നടന്നോളും. അതിന് ആർക്കാർക്ക് പ്രാരബ്ധമുണ്ടോ അവരൊക്കെ വന്ന് ശേഖരിച്ച് ചെയ്തോളും, അതൊക്കെ നടന്നോളും. അതുകൊണ്ട് ഈ തത്വം സച്ചിത് സുഖം പരമഹംസ ഗതിം തുരീയം, പരമഹംസന്മാരുടേതായ ഗതി, അതിനാണിപ്പോ നമ്മൾ വന്നത്. പരമഹംസന്മാരുടെ ജ്ഞാനം അത് നമ്മളുടെ അകത്തുണ്ട്. തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി, ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും സാക്ഷിയായി അവബോധം മാത്രമായി യാതൊന്നു പ്രകാശിക്കുന്നുണ്ടോ തത് ബ്രഹ്മ, അത് തന്നെ ബ്രഹ്മം. നിഷ്കലം, അതില് ശരീരാദി കലകളൊന്നുമില്ല.
നിഷ്കലം അഹം നിജ നച ഭൂതസംഗ. ഈ ശരീരാദി കൈ, കാല്, തല മുതലായ വസ്തുക്കളൊന്നും ഞാനല്ല, പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ല, കേവല ചിന്മാത്രമായ വസ്തുവാണ്. അടുത്ത ശ്ലോകം. പ്രാതർഭജാമി മനസാ വചസാം അഗമ്യം വാചോ വിഭാന്തി നിഖില യത് അനുഗ്രഹേണ യം നേതി നേതി വചനൈഹി നിഗമാ അവോചൻ തം ദേവദേവം അജം അച്യുതം ആഹുരഗ്ര്യം. ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം. പല പ്രാവശ്യം ചൊല്ലിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ പാടായിട്ടുണ്ടാവാം. കുറച്ച് വയസ്സാവുമ്പോൾ അതൊക്കെ നമുക്കുള്ളിൽ ചിലപ്പോൾ പതിയില്ല. എങ്കിലും ചൊല്ലാം. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തം അവൈതി നിത്യം തദ് ബ്രഹ്മനിഷ്കലം അഹം നതു ഭൂതസംഗഃ. പ്രാതർഭജാമി മനസാം വചസാം അഗമ്യം വാചോ വിഭാന്തി നിഖില യദനുഗ്രഹേണ യം നേതി നേതി വചനൈഃ നിഗമാഃ അവോചൻ തം ദേവദേവം അജം അച്യുതം ആഹുരഗ്ര്യം. പ്രാതർഭജാമി മനസ്സ. രാവിലെ നേരത്തെ മനസ്സുകൊണ്ട് ഭജിക്കുന്നു. പുറമേക്കുള്ള ഭജനമല്ല. പുറമേക്ക് ഭജിക്കാൻ കുളിച്ച് കുറി തൊട്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി ഏർപ്പാടുകളൊക്കെ വേണമല്ലോ. ഇവിടെ ഒന്നും തയ്യാറായിട്ടില്ല. ഞാൻ കുളിച്ചിട്ട് പോലുമില്ല, പല്ല് തേച്ചിട്ട് പോലുമില്ല. എഴുന്നേറ്റ് പായിലോ കിടക്കയിലോ കട്ടിലോ എവിടെയാ കിടക്കണമെന്ന് വെച്ചാൽ അവിടെ എഴുന്നേറ്റ് ഇരിക്കുകയാണ്. അതാണ് പ്രാതഃ. എഴുന്നേറ്റ് ഇരിക്കുകയാണ്. എഴുന്നേറ്റ് ഇരുന്നത് ഫസ്റ്റ് ഓപ്പണിംഗ് ആണത്. ആദ്യത്തെ കാര്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് കുളിച്ച്, ചിലര് മനസ്സുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിച്ചാണ്. ചിന്മയാനന്ദസ്വാമി ലാസ്റ്റ് ഡേയ്സ് വളരെ വയ്യാതെ കിടക്കുമ്പോൾ ഡോക്ടർ വളരെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു എക്സസൈസ് ചെയ്യണം, നടക്കണം, വാക്കിംഗ് പോകണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് വയ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഒരുപാട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഐ ആം എ വേദാന്തി, ഐ ക്യാൻ ഡു എക്സസൈസ് വിത്ത് ദ മൈൻഡ്. മൈൻഡ് കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്തു. അപ്പോ മനസ്സുകൊണ്ട് സന്ധ്യാവന്തനം കഴിക്കാന്നുള്ള സമ്പ്രദായമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോ ഒക്കെ കയ്യിൽ ജലപാത്രം ഉണ്ടാവില്ല, പുറത്തിരിക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യാ? മനസ്സുകൊണ്ട് സന്ധ്യാവന്തനം, മനസ്സുകൊണ്ട് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ വേദമൊക്കെ മുസ്ലിമാണ്. അല്ല 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 നേതി നേതി വചനൈഹി നിഗമാ അബോചൻ നൈതൻ മനോവിശതി വാഗുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷസ്വാഹ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ യദൃതേന നിഷേധസിദ്ധി. ഭാഗവതം നിഷേധിക്കുകയാണ്. അതത്യജന്തു മൃഗയന്തി എന്നാണ്. അതിനെ തള്ളി തള്ളി തള്ളിക്കളഞ്ഞ് എന്ത് നിൽക്കണോ അതിനെ ബോധയന്തി. പിന്നെ എന്തൊക്കെ തള്ളിക്കളഞ്ഞ് എന്തോന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ഇതൊക്കെ ഒരു ലാബറട്ടറി പോലെ നടക്കും. നല്ല ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യനും ഗുരുവും കൂടെ ഇരിക്കുമ്പോൾ നിഷേധിച്ച് നിഷേധിച്ച് എന്തോ ഒന്ന് മാത്രമായി ശിഷ്യൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതെന്താണെന്ന് നിൽക്കുമ്പോഴാണ് ഗുരു പറയണത്, കുട്ടി തത്വമസി, നീ അതാണ്.
എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതിനെ തള്ളാൻ വയ്യല്ലോ, തള്ളാൻ കൊള്ളാതെ നിൽക്കുന്നുണ്ടല്ലോ. കുട്ടി, നീ അതാണ്. സത്രാത്മത്വം ദൃഢീകുറുവൻ, അതാണ് നീ എന്ന് അഭിമാനിക്കൂ എന്നാണ്. ഇപ്പോ ശരീരാദികളാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, അഹങ്കാരാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, ബുദ്ധിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ. അഹങ്കർത്തര്യ അസ്മിന് മതിം മുഞ്ച സഹസ. ഈ അഹങ്കാരത്തില് ഞാനാണെന്നുള്ള ഈ അഭിമാനത്തിനെ വിടൂ. അങ്ങനെ തള്ളിത്തള്ളിപ്പോയി അവസാനം സാക്ഷി മാത്രമായി ഏതൊന്ന് നിൽക്കുന്നുണ്ടോ അതിനെ താൻ എന്നറിയൂ. ദാറ്റ് ഈസ് യു, ദാറ്റ് ഈസ് യുവർ റിയൽ നേച്ചർ. ഡീപ് സ്ലീപ്പിലും ഏതൊന്നുണ്ടോ ദാറ്റ് ഈസ് യു. അതിനെ കോൺഷ്യസ് ആയിട്ട് ആ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിലുള്ള, എനിക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ, അത് പോയി ഒരു അലേർട്ട്നെസ്സോടുകൂടെ അസ്തിത്വമാത്രമായ ഒരു സ്റ്റേറ്റ് എന്ന് ഭാവന ചെയ്ത് നോക്കും. യു ആർ കോൺഷ്യസ് ബട്ട് യു ആർ ഇൻ ഡീപ് സ്ലീപ്പ്. ദാറ്റ് മീൻസ് there is no body, no mind, no intellect, no ego, no world, and existence shines forth profoundly. And you are alert. അതിനാണ് സമാധി എന്ന് പറയുന്നത്. ഞാൻ ഉണർന്നിരിക്കുന്നു, അസ്തിത്വം മാത്രമുണ്ട്, സത്താമാത്ര ശരീരം. ഗോവിന്ദാഷ്ടകത്തിൽ ആ സത്ത മാത്രമുണ്ട്, എക്സിസ്റ്റൻസ്, ഉണർവ്, ബോധമുണ്ട്. ആ ബോധം മാത്രം ഉള്ളപ്പോഴാണ് ഇതെന്ത് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ഗുരു പറയണു അത് തന്നെ നീ. മധുരകവി ആഴ്വാർ നമ്മാഴ്വാരോട് ചോദിച്ചത് അതാണ്. എത്തൈ തിன்று എങ്കേ കിടക്കും, അത്തൈ തിன்று അങ്ങേ കിടക്കും. അതിനെ തന്നെ അനുഭവിച്ച് അവിടെ തന്നെ കിടക്കും, അതായിട്ട് തന്നെ ഇരിക്കുന്നു. സോ നിഷേധമാണ്. നേതി നേതി വചനൈഹി, വേദം ഇതല്ല 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 ഇതെല്ലാം തള്ളിക്കളയുന്ന നിഗമാഹ അവോചൻ, വേദം പറഞ്ഞു. ആ വേദം തള്ളിക്കളഞ്ഞ് തം ദേവദേവം അജം അച്യുതം. അവിടെ ഉള്ളത് ആരാ? അജം. അതിന് ജനനമില്ല, അതിന് ജനിക്കാൻ പറ്റില്ലല്ലോ. എക്സിസ്റ്റൻസ്, ഇരുപ്പിന് ജനിക്കാൻ പറ്റുമോ? ശരിക്കും ജനനം എന്ന് പറഞ്ഞാൽ തന്നെ കള്ളമാണ്. കാരണം ഇല്ലാത്തതല്ലേ ഉണ്ടാവുക. ഉള്ളത് എപ്പോഴെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ? ഉള്ളത് എപ്പോഴും ഉണ്മയ്ക്കൊരു ജനനമേ സാധ്യമല്ലല്ലോ. ആ നിയമമാണ് ഭഗവാൻ പറഞ്ഞ നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യത്തെ സതഃ. സത്ത് ഒരിക്കലും ഇല്ലാതാവാനേ പറ്റില്ല. അതുകൊണ്ട് അതിന് ജനനം മരണം സാധ്യമല്ല. അത് എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളുടെയും അടിയിൽ പോയി, നമ്മളുടെയും ഉള്ളിൽ പോയി, നമ്മളുടെയും ഉണർവിനെ സ്പർശിക്കുമ്പോ അത് അജം. പിന്നെയോ അച്യുതം, ച്യുതി അതിലില്ല. അതിൽ മേലെ പോവാ, ചുവട്ടിൽ വരിക, ചേഞ്ചസ് ഒന്നുമില്ല. അച്യുതം. ആഹുഹു അഗ്ര്യം. അഗ്ര്യം എന്ന് വെച്ചാൽ പ്രഥമം, പ്രിമോർഡിയൽ സ്റ്റഫ്. അത് എപ്പോഴും ഉള്ളതാണ്. അത് ആദിയിലുണ്ടായിരുന്നതാണ്. അഹമേവാസമേവ അഗ്രേ നാന്യദ്യത് സദസത് പരം പശ്ചാത് അഹം യതേതച്ഛ യോ വശിഷ്യേത സോസ്മ്യഹം. അഗ്രേ പശ്ചാത് അവശിഷ്യേത. എപ്പോഴും ഉള്ളത് എന്താണ്? അജം അച്യുതമാഹുരഗ്ര്യം. ആ ജനനമില്ലാത്ത മരണമില്ലാത്ത അച്യുതൻ ഭഗവാൻ നമ്മളുടെ ഉള്ളില് ബുദ്ധിക്കു പോലും അപ്പുറം, യോ ബുദ്ധേഹേ പരതസ്തു സഹ, ബുദ്ധിക്കും അപ്പുറം ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാദി അവസ്ഥകൾക്ക് സാക്ഷി മാത്രമായി, ചൈതന്യമാത്രമായി, ബോധമാത്രമായി, സച്ചിത് സുഖം പരമഹംസഗതിം തുര്യേയം യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി നിത്യം തദ് ബ്രഹ്മനിഷ്കലമഹം ഭൂതം. എല്ലാത്തിനെയും അറിയണം. അറിഞ്ഞുകൊണ്ട് ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഉള്ളില്. അതാണ്. അതിനെ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പിടിക്കാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ഈസ് മോർ ഡയറക്റ്റ് ദാൻ സെൻസറി പെർസെപ്ഷൻ. അല്ലേ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണത് എങ്ങനെ ഡയറക്റ്റ് ആവും? കണ്ണുണ്ട്,
കാണാതാവുമ്പോ എന്തൊക്കെയോ കാണുന്നില്ലേ നമ്മളല്ലേ? ആരാ വന്നിരിക്കണമെന്ന് അറിയില്ല, ആരോ കണ്ട ആരോ ആണെന്ന് പറയണു. ബുദ്ധിക്ക് ഇത്തിരി ഭ്രമം വന്നാൽ തന്നെ പുറത്തു വരുന്ന ആളുകളൊക്കെ മാറിപ്പോണു. നമുക്ക് അവനവനെ കുറിച്ച് തന്നെ ആളുകൾക്ക് മാറിപ്പോണു. അപ്പൊ നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഉള്ള ഐഡിയ തന്നെ ഒരു ഭ്രമാണ്. അല്ലെങ്കിൽ മാറുമോ? ചിലപ്പോ ചിലർക്ക് അവരവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോണ്ടല്ലോ. ഭ്രാന്ത് പിടിച്ചാല് എന്തോ ആണെന്നൊക്കെ പറയണ്ടല്ലോ. പകുതി ആളുകളും അങ്ങനെയാണ്. നമ്മളെന്തോ ആണെന്നാണ് വിചാരിക്കണം. അപ്പോ ഇതൊക്കെ തന്നെ വെളിയിലുള്ളതാണ്. ഇതിനെയൊക്കെ കാളും ഡയറക്റ്റ് ആണ്, പ്രത്യക്ഷമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. എന്നുവെച്ചാൽ അക്ഷം ഇന്ദ്രിയങ്ങളാണ്. ഈ പുറമേക്കുള്ളത് പ്രത്യക്ഷമല്ല. ഇതാണ് അക്ഷം പ്രതി നിൽക്കുന്നത്. പ്രത്യക്ഷമായിട്ട് അക്ഷത്തിന് പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നത് ഇതാണ്. ബാക്കിയൊക്കെ പരാഞ്ചിഖാനിയാണ്, പരാങ്ങാണ്. ഈ ആത്മാവാണ് അക്ഷങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പ്രത്യക്ഷം എന്ന് പറയേണ്ടത്. ഇന്ദ്രിയങ്ങളൊക്കെ അതിനെയാണ് പോയി ആശ്രയിക്കുന്നത്. അതുള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മളുടെ സെന്റർ. അതിലാണ് മനസ്സ് ഉദിക്കുന്നത്. അഗ്നിയിൽ നിന്നും സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ അതിൽ നിന്നും തോട്ട്സ്, സെൻസസ്, ബോഡി, വേൾഡ്, എവറിത്തിങ് അറൈസ്. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ സ്വരൂപാഃ തഥാക്ഷരാത് സൗമ്യഭാവാഃ പ്രജായന്തെ തത്ര ചൈവാപി യന്തി. ശ്രുതി പറയണത് നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ. ആയിരക്കണക്കിന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്നത് പോലെ അക്ഷരാത് എന്ന് വെച്ചാൽ അഴിവില്ലാത്തതായ, നാശമില്ലാത്തതായ ആ ബോധത്തിൽ നിന്നും സൗമ്യ, ഹേ കുഞ്ഞെ, അനേകം ഭാവങ്ങൾ ഉണ്ടാവുന്നതാണ്. ഭാവാഹ പ്രജായന്തെ. എല്ലാ ഭാവങ്ങളും അവിടെയാണല്ലോ ഉണ്ടാവുന്നത്. ഉള്ളിലാണ് എല്ലാ ഭാവങ്ങളും ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ we will develop a new profound language. തമിഴോ മലയാളമോ ഇംഗ്ലീഷോ സംസ്കൃതമോ ഒന്നുമല്ലാത്ത ഒരു ഭാഷ നമ്മൾ പഠിക്കും. ആ ഭാഷ കൊണ്ട് വേണം അന്തര്യാമിയുമായിട്ട് ഒരു കമ്മ്യൂണിയൻ നടത്താൻ. ആ ഭാഷ എന്താ കുമാരനാശാൻ പറഞ്ഞു, വാസ്തവത്തിലുള്ള ആശയങ്ങളെ വിനിമയം ചെയ്യാനുള്ള ഭാഷ മനുഷ്യന്റെ കയ്യിലില്ല എന്നാണ്. ഭാഷകളൊക്കെ തന്നെ മറയ്ക്കാനേ കൊള്ളണുള്ളൂ എന്നാണ്. ഇതങ്ങനെയുള്ള ഭാഷയല്ല. ഇത് എക്സ്പ്രഷൻ, പുറമേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഭാഷയല്ല. അകമേക്ക് അന്തര്യാമിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹാശക്തി ഉണ്ട്, ഒരു പൂർണ്ണവസ്തുവുണ്ട്. ആ പൂർണ്ണവസ്തു എപ്പോഴും ചിത്തവൃത്തികളുടെ രൂപത്തിലും അഭിമാനത്തിന്റെ രൂപത്തിലും അനേക സ്പന്ദനങ്ങളെ ഉള്ളിലുണ്ടാക്കി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി പുറമേക്കായതുകൊണ്ട്, പുറമേ ഉള്ള പല വസ്തുക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള ഈ നിത്യനിരന്തര ഭഗവത്ഗീത കേൾക്കാൻ വയ്യ. ഇതാണ് ഭഗവത്ഗീത. അതിന് ആ അന്തര്യാമിയുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വയ്യ. ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോഴാണ് അറിയണത് ശരിയായ ഭാഷ നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച ഭാഷകളൊക്കെ പുറമേക്കുള്ള ശബ്ദങ്ങൾ മാത്രമാണ്. തുരീയം വാച മനുഷ്യാവദന്തി. വാക്കിന്റെ സ്ഥൂലമായ ശബ്ദം മാത്രമാണ് മനുഷ്യർ പറയണത് എന്നാണ്. താനി വിദുർബ്രാഹ്മണ യേ മനീഷിണ. വേദം പറയണത് 4 പാദങ്ങളും അറിയുന്ന ഭാഷ ബ്രാഹ്മണനെ അറിയുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജ്ഞാനിക്ക് 4 പാദങ്ങളും വാക്കിന്റെ 4th ഡയമെൻഷൻ വരെ പോകണത്. പരാ പ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത.
മധ്യമാ വൈഖരീരൂപ മുനിമാനസ ഹംസിക. വാക്കിന്റെ 4 മണ്ഡലങ്ങളെയും സ്പർശിക്കുക. വാക്ക് എന്ന് പറയുന്ന പുറമേ ഉള്ള ശബ്ദം, അത് ഇറ്റ് ഈസ് ഇന്റേണലൈസ്ഡ്. അത് ചിത്തവൃത്തികളാവുന്നു, ആശയമാവുന്നു, ചിത്തവൃത്തികളാവുന്നു, ചിത്തവൃത്തികളുടെ മൂലസ്പന്ദനമാവുന്നു, അവസാനം നിശ്ചലമാവുന്നു. ആ നിശ്ചല തത്വത്തിനോട് വിനിമയം ചെയ്യാനുള്ള ഒരു അന്തർമുഖമായ ഒരു ചിത് പ്രസരം, അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ അടുത്തൊരു സംവാദം നടത്തലാണ് നിധിധ്യാസനം. ആര് സംവദിക്കണു? സംവദിക്കുന്നവനും സംവദിക്കപ്പെടുന്ന വസ്തുവൊക്കെ ഒന്ന് തന്നെ. ആ അകമേയുള്ള അനുസന്ധാനം, നിധിധ്യാസനം, അതാണ് ഇവിടെ പറഞ്ഞത്. എന്നേതി വചനൈഹി നിഗമാ അവോചൻ വാചോ വിഭന്തി നിഖിലായതനുഗ്രഹേണ. ബാഹ്യ ശബ്ദങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ ഇല്ലാതായിട്ട് പോകും. അതിന്റെ അനുഗ്രഹം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട്, അതിന്റെ കൃപ കൊണ്ട്, അതിന്റെ ഊർജം കൊണ്ടാണ് പുറമേക്ക് ഇന്ദ്രിയങ്ങളും വാക്കുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. തം ദേവദേവം അജം അച്യുതമാഹുരഗ്ര്യം. ആ അജം അച്യുതം, ആ അച്യുതൻ, ആ ഭഗവാനാണ് അഗ്ര്യൻ എന്നാണ്. ആ ഭഗവാനെ കൊണ്ടാണ് പ്രപഞ്ചം അറിയണത്. ആ ഭഗവാനെ കൊണ്ടാണ് മറ്റു വസ്തുക്കളൊക്കെ പ്രവർത്തിക്കുന്നത്. എല്ലാത്തിനും മൂലവസ്തു ഇവിടെ ഉണ്ട്. സത്യസ്യ സത്യം എന്ന് ഉപനിഷത്ത് പറഞ്ഞു, ഭാഗവതത്തിലുണ്ടത്. സത്യസ്യ സത്യം എന്നുവെച്ചാൽ പുറമേ കാണുന്ന എല്ലാത്തിനും സത്യത്വം കൊടുക്കുന്ന സത്യം അതാണ്. അതുകൊണ്ടാണ് അതിന് അഗ്രിയം എന്ന് പറഞ്ഞത്. അതുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടുന്നത്. അതുള്ളത് കൊണ്ടാണ് എല്ലാത്തിനും ഇരിപ്പുള്ളത്. എല്ലാത്തിന്റെയും സെന്റർ ഇവിടെ ഉണ്ട്. അപ്പോ ആത്മവിചാരം ചെയ്താൽ ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഭഗവൻ നാമം ജപിക്കുമ്പോ, ഉള്ളിലെങ്ങനെ ശ്രദ്ധിക്കുമ്പോ മനസ്സ് ഹൃദയത്തിൽ ഉദിക്കുന്നതും അടങ്ങുന്നതും കാണാം. ചിത്തവൃത്തികൾ ഉദിക്കുകയും അടങ്ങുകയും കാണും. അതെവിടെ ചെന്ന് അടങ്ങുന്നുവോ, എവിടെ ചെന്ന് വിലയം പ്രാപിക്കുന്നുവോ ആ സെന്ററാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയം അല്ലാതെ അത് ഇന്നത് എന്ന് കാണിക്കാൻ പറ്റില്ല. ബ്ലഡ് പമ്പിങ് ഹാർട്ടല്ല. അത് തെറ്റായി ഉപയോഗിച്ചതാണ് ആ വാക്ക്. ഹൃദയം, ഹാർട്ട് എന്നുള്ള വാക്ക്, ഹാർദം എന്നുള്ള വാക്കിനെ രക്തചംക്രമണം ചെയ്യുന്ന ഹൃദയത്തിന് ഉപയോഗിച്ചത് തെറ്റിപ്രയോഗിച്ചതാണ്. അതിന് വേറെ എന്തെങ്കിലും പേര് വെക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രയോഗമൊക്കെ തെറ്റിപ്പോയതാണ്. നമുക്ക് പലപ്പോഴും ഭാഷയിൽ അങ്ങനെ പ്രയോഗങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളുടെ ഉറവിടം എന്നർത്ഥം. അവിടുന്നാണ് പ്രാണന ഉദിക്കണത്. അവിടുന്നാണ് അഹംവൃത്തിയും ഉദിക്കണത്. ഞാനെന്നുള്ള വികാരം, ഐ തോട്ട്. അപ്പോ ആ ഹൃദയസ്ഥാനത്തിനെ 2 വിധത്തില് സമീപിക്കാം. ഒന്ന്, നേതി വചനൈഹി. ഇതൊന്നുമല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, ചിത്തവൃത്തികളൊക്കെ വരുമ്പോ ഇതൊന്നുമല്ല എന്ന് തള്ളി 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 പോകുമ്പോ തള്ളാൻ കഴിയാതെ ഒന്ന് പ്രകാശിക്കും. ഈ തള്ളിക്കളയണതാണ് മനനം എന്ന് പറയണത്. ഇതല്ല, ഞാൻ എന്നുള്ള അനുഭവം ശരീരത്തിൻ്റെതല്ല. ഇതാണ് ആദ്യത്തെ മനനം. നമുക്ക് ഞാൻ എന്നൊരു അനുഭവമുണ്ട്. ഈ അനുഭവം ദേഹത്തിന്റെ ഉള്ളിൽ എന്ന പോലെ തോന്നുന്നു. ഇത് ദേഹത്തിന്റെ അല്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ബോഡി. ശരീരത്തിൽ ഏത് പാർട്ട് മാറ്റിയാലും ഈ അനുഭവം കേടുപാടുകൂടാതെ നിൽക്കുന്നുണ്ട്.
അതിൽ ഡിവിഷൻ ഇല്ല. കൈ കാലൊക്കെ പോയാലും ഞാൻ അതേപോലെ ഉണ്ട്. ലിവർ, കിഡ്നി, ഹാർട്ട് ഒക്കെ മാറ്റിവെക്കാം, ഞാൻ അതേപോലെ ഉണ്ട്. അപ്പൊ ഈ അനുഭവത്തിന് ശരീര സമ്പർക്കമില്ല എന്ന് തന്നെ തീരുമാനിക്കാം. ഇതാണ് മനനത്തിന്റെ ആദ്യപടി. അപ്പൊ ഈ അനുഭവം ഒരു മിസ്റ്ററിയാണ്. അത് കണ്ടിട്ടാണ് യോഗികൾ ആദ്യം മനസ്സിലാക്കിയത് നിർവ്വാണം സാധ്യമാണെന്നാണ്. എന്താന്ന് വെച്ചാൽ ഇത് ശരീരവുമായി സമ്പർക്കമില്ലാതിരിക്കണമെങ്കിൽ ശരീരത്തിന്റെ കേടുപാടുകൾ എന്നെ ബാധിക്കാതെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഇന്റിമേഷൻ ഉണ്ട്. അപ്പോ അതിനെ തുടർന്ന് ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. അതൊക്കെ ആന്തരികമായി ആ ചൈതന്യത്തിന്റെ, ആത്മാവിന്റെ, ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ ആത്മവിചാരം എന്നുള്ള ഒരു പ്രക്രിയ ഉള്ളില് ആക്ടിവേറ്റഡ് ആവുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ധ്യാനിക്കുകയാണ്, നമ്മൾ നിധിധ്യാസനം ചെയ്യാണ്. അത് കുറെ കഴിയുമ്പോഴാണ് അറിയുക, ആ സമയമാവുമ്പോൾ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അപ്പോ അതും ഉള്ളില് അന്തര്യാമിയായ യമേ വൈഷ വൃണുദേതേന ലഭ്യ, ഉള്ളിലിരുന്ന് വരിക്കുകയാണ്, ഉള്ളിലിരുന്ന് അത് ഇളക്കി വിടുകയാണ്. ഉള്ളിലിരുന്ന് നമ്മൾക്ക് സ്വയം തന്നെ പ്രകാശിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങുന്നതും വിചാരം ചെയ്തു തുടങ്ങുന്നതും ശ്രദ്ധിച്ചു തുടങ്ങുന്നതും ഒക്കെ. അപ്പം നമ്മള് ഈ അനുഭവത്തിനെ ശ്രദ്ധിക്കണം. ഈ അനുഭവത്തിന്റെ മാസ്മരികത നമ്മളെ പതുക്കെ 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 തന്വശപ്പെടുത്തും, തന്നോട് വശീകരിക്കും. ഈ അകമേയുള്ള ഈ അന്തര്യാമിയെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു വിദ്യ നമ്മളുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ വിരിഞ്ഞു വരും. പുതിയൊരു ഡയമെൻഷൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. അതാണ് തുരീയം എന്ന് പറയുന്നത്. ശരീരമോ മനസ്സോ അജ്ഞാനമോ ഒന്നുമല്ലാത്തൊരു ഡയമെൻഷൻ, പ്രകാശമാനമായ ഒരു മണ്ഡലത്തിനെ അകമേ കണ്ടു തുടങ്ങുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ അർക്കവർണം, പരമർക്കവർണം എന്ന്, സൂര്യതുല്യം പ്രകാശിക്കുന്ന. സൂര്യൻ എങ്ങനെ പകല് കാണാൻ നമുക്ക് വേറെ ഒന്നും വേണ്ടയോ, അതുപോലെ ഉള്ളില് സുസ്പഷ്ടമായ ഒരു പ്രകാശം. ഇത്ര കാലം ഇതെങ്ങനെ കണ്ടില്ല നമ്മൾ ആശ്ചര്യപ്പെടും. അതാണ് പതഞ്ജലി പറഞ്ഞത് പ്രകാശാവരണ ക്ഷയ. എന്താ യോഗിക്ക് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രകാശമുണ്ട്, പക്ഷെ പ്രകാശത്തിനെ മറച്ചിരിക്കുന്ന ആവരണം ഉണ്ടല്ലോ, ആ ആവരണം അങ്ങോട്ട് വീണുപോയി എന്നാണ്. പ്രകാശ ആവരണ ക്ഷയ. പ്രകാശ ആവരണം ക്ഷയിച്ചപ്പോ പ്രകാശം വിഘ്നമില്ലാതെ ആ ജ്യോതി ജ്വലിക്കുകയാണ് അപരോക്ഷമായിട്ട്. ഇടതടവില്ലാത്ത ആത്മാനുഭവം, ഇടതടവില്ലാത്ത ബോധസ്ഫൂർത്തി, ഇടതടവില്ലാത്ത നിർവികൽപ്പ പ്രജ്ഞ, ശാന്തി, ശിവം. ഇടവരുമ്പോ, വിച്ഛിത്തി വരുമ്പോ ച്യുതി ഉണ്ട്. ആ വിച്ഛിത്തി ഇല്ലാത്തത് കൊണ്ടാണ് അച്യുതം എന്ന് പറയുന്നത്. ദേവദേവം എന്ന് പറഞ്ഞു. ദേവൻ എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവനർത്ഥം. എല്ലാ പ്രകാശിക്കുന്ന വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവനായതുകൊണ്ട് ദേവദേവം. ഈ ദേവനെ അകമേ കാണാതെ നിങ്ങൾ എന്തൊക്കെ നേടിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്. തോൽപ്പായ ചുരുട്ടണ പോലെ ലോകത്തിനെ ചുരുട്ടി കക്ഷത്തിൽ വെച്ചാൽ പോലും ഈ ദേവനെ കാണാതെ സമാധാനം ഉണ്ടാവില്ല എന്നാണ്. യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ. ആകാശത്തിനെ തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടുക എന്നുള്ളൊരു സാമർത്ഥ്യം നിനക്ക് ഉണ്ടാക്കിയെടുത്തോളൂ, എന്നാലും ഒന്നും കാര്യമില്ല എന്നാണ്. തഥാ ദേവമവിജ്ഞായ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി. നമുക്കിത് കാണാം. ലോകത്തിൽ മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ള കെങ്കേമന്മാര് സമാധാനമില്ല, ശാന്തിയില്ല.
മഹാമഹാസിദ്ധന്മാര്, ശരീരത്തിനെ പലതാക്കാൻ ശക്തിയുള്ളവര്, ബ്രഹ്മാദി ലോകപര്യന്തം പോകാൻ കഴിയുന്നവർക്ക് പോലും ഈ ജ്ഞാനമില്ലാതെ ശാന്തി ഉണ്ടാവില്ല എന്നാണ് ശ്രുതി പറയുന്നത്. എന്നുവെച്ചാൽ എനി കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ്, അറ്റൈൻമെന്റ്, ഫാക്കൽറ്റി will not give you fulfillment. പുറമേക്ക് എന്തൊക്കെയോ ആവാം, പവർ ഡിസ്പ്ലേ. ഇന്ന് ഏറ്റവും അധികം നമ്മൾ ആശിക്കുന്നത് അതാണ്. നമ്മൾക്ക് എന്ത് ഉണ്ടോ ഇല്ലയോ, പുറമേക്ക് വി ഹാവ് ടു ഡിസ്പ്ലേ പവർ. മറ്റുള്ളവരെ ബോധിപ്പിക്കാമെന്നല്ലാതെ എനിക്ക് സമാധാനം ഉണ്ടാവുമോ, ശാന്തി ഉണ്ടാവും? ലോകത്തിനെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ചാലും എനിക്ക് സമാധാനമില്ലെങ്കിൽ എന്തർത്ഥം? തതഹ്യം 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 തതഹ്യം. നമ്മളുടെ സിമ്പിളാണ് കാര്യം, നമ്മളുടെ ചെറിയ ജീവിതം. അതാണ് ഈ പ്രാതസ്മരണ സ്തോത്രം എടുത്തത്. രാവിലെ എണീറ്റിട്ട് ഇരുന്ന് ചൊല്ലേണ്ട ശ്ലോകം എന്ന് വെച്ചാൽ അതൊക്കെയാണ് പ്രധാനം. നിങ്ങൾ വലിയ വലിയ കാര്യം ചെയ്യുന്നതാണ് പ്രധാനമെന്ന് ധരിച്ചിരിക്കുന്നു. വലിയ വലിയ കാര്യത്തിൽ ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. ചെറിയ ചെറിയ കാര്യത്തിലാണ് ജീവിതമുള്ളത്. നിങ്ങളുടെ ദൈനംദിന ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികളെ നോക്കുക. നിങ്ങൾ ലോകമംഗളം ചെയ്യാൻ, ലോക സർവീസ് ചെയ്യാനൊക്കെ അതിന് അടുത്ത സ്റ്റെപ്പ് ചെയ്തോളൂ. ആദ്യം അവിടെ ശരിയാക്കുക ആവുന്നത്ര. അവിടെ നിന്ന് തൊട്ട് സമാധാനവും ശാന്തി ആനന്ദവും ഒക്കെ തുടങ്ങട്ടെ. ചെറിയ ചെറിയ കാര്യം നോക്കിയാൽ, വലിയ വലിയ കാര്യത്തിൽ ഒരു ചുക്കുമില്ല. അത് വെറുതെ ഒരു തോന്നലാണ്. എന്തോ വലുതായിട്ട് ഞാൻ ലോകത്തിനെ എടുത്തിട്ടിട്ട് മറിക്കാൻ പോകണം. ഈ ലോകം അങ്ങനെ എടുത്തിട്ടിട്ട് മറിക്കാവുന്ന ഒരു സാധനമൊന്നും അല്ല. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വലിപ്പമുള്ളത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മളുടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും ബീജം കിടക്കുന്നത്. അതുകൊണ്ട് വലുത് വലുതൊന്നും ചെയ്യാനില്ല. ആകാശത്തിനെ തോലുപായ ചുരുട്ടണ പോലെ ചുരുട്ടാനൊന്നുമില്ല. വലുതായ സാമർത്ഥ്യങ്ങൾ നേടിയെടുക്കാനൊന്നുമില്ല. സമാധാനം മതി, ശാന്തി മതി, സന്തോഷം മതി. ബാക്കിയൊക്കെ സിദ്ധിയാണ്. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത നമ്മൾ വലുതൊക്കെ ചെയ്യും, അതൊരു സിദ്ധിയാണ്. അതുകൊണ്ട് ലോകത്തിനെ ഭ്രമിപ്പിക്കാമെന്നല്ലാതെ എനിക്കൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ 1,00,000 പേര് എന്റെ മുമ്പിൽ ഇരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ്. അവരൊക്കെ പറയുന്നു ഇതുപോലെയൊന്നും ഞങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കെന്ത് കാര്യം? എനിക്കത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് വയറുവേദന വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, കുടുംബ പ്രശ്നം, കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിനെ അലട്ടുകയാണെങ്കിൽ ഈ 1,00,000 പേര് നിങ്ങൾ സാക്ഷാത് നാരായണനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണം, സമാധാനം ഇവിടെ ഉണ്ടാവണം, അല്ലേ? അത് കഴിഞ്ഞിട്ട് 1,00,000-ഓ 10 പേരോ 5 പേരോ 2 പേരോ ഒരാളോ, ലോകം മുഴുവനും ഒക്കെ സമാണ്. നമ്മളുടെ കയ്യില് നമുക്ക് ആകപ്പാടെ ഉള്ള ഡെപ്പോസിറ്റ് നമ്മളുടെ അനുഭവമണ്ഡലം മാത്രമാണ്. അതുകൊണ്ട് വേണം നമ്മൾ വ്യാപാരം നടത്താൻ. അതുകൊണ്ട് വേണം എന്റെ അധ്യാത്മ ജീവിതത്തിനെ ശരി ചെയ്യാനായിട്ട്. ചെറിയ ജീവിതം, നമ്മളുടെ കൊച്ചു ജീവിതത്തിന്റെ ഉള്ളില് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. മറ്റൊരു മനുഷ്യ കുഞ്ഞിവിടെ ഇല്ല. ആരും ജനിച്ചിട്ടേയില്ല അവിടെ. ആരും ജനിക്കാനും പോണില്ല. അതിനാണ് വിവിക്ത വസനം എന്ന് പറയുന്നത്. ഏകാന്തം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആദി മധ്യ അവസാനേഷു ജനോ യസ്മിൻ ന വിദ്യത്തെ. ആചാര്യസ്വാമികൾ ഏകാന്തം എന്നുള്ളതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് അതാണ്. പഴയ കാലത്ത് ഇവിടെ ഒന്നും ജനങ്ങൾ ഉണ്ടായിട്ടില്ല, ഇപ്പൊ ജനങ്ങൾ ആരുമില്ല, ഇനി ഫ്യൂച്ചറിൽ ഇവിടെ ആരും ജനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് ഏകാന്തം എന്നാണ്. അങ്ങനെ ഒരു സ്ഥലമേ ഉള്ളൂ, അകമേക്കുള്ള ചിത്ത്. അവിടെ അന്തമാണ്, ഏകത്തിന് അവസാനിക്കുകയാണ്, വിശ്രാന്തിയാണ്, വിശ്രമമാണ്.
ആ വിശ്രാന്തിക്കാണ് നമ്മൾ അന്വേഷിച്ച് അലഞ്ഞ് നടക്കുന്നത്. ലോകത്തിലെവിടെയും വിശ്രാന്തിയില്ല. രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്ന് ഉറങ്ങി. കപ്പൽ കുറെ നടുക്കടലിൽ പോയപ്പോ കാക്കയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറക്കണം, കരയ്ക്ക് പോകണം തോന്നി. കിഴക്കോട്ട് കുറെ ദൂരം പറന്നു നോക്കി. കുറെ കഴിഞ്ഞപ്പോ ചിറക് കുഴഞ്ഞപ്പോ തിരിച്ച് കപ്പലിൽ വന്നിരുന്നു. വടക്കോട്ട് കുറച്ച് പറന്നു, ചിറക് കുഴഞ്ഞപ്പോ തിരിച്ചു വന്നിരുന്നു. പടിഞ്ഞാട്ട് കുറച്ച് പോയി, തിരിച്ചു വന്നിരുന്നു. ഇങ്ങനെ 4 ദിക്കുകളിലേക്കും പറന്ന് അവസാനം കാക്ക തീരുമാനിച്ചു, അടുത്തൊന്നും ഇപ്പൊ കര കാണില്ല, കപ്പൽ തന്നെയാ നല്ലതെന്ന് തോന്നി കപ്പലിലിരുന്നു അത്രേ. അതുപോലെ നമ്മളുടെ ചിത്തവും പുറത്ത് പലതിലും അന്വേഷിച്ച് അവസാനം പുറമേക്കൊന്നുമില്ല, ഒന്നും നേടിയെടുക്കാനില്ല, ഒന്നും കണ്ട് ഭ്രമിക്കാനില്ല, ഒന്നും ആയിത്തീരാനില്ല, ഒന്നും ആവാൻ സാധ്യമല്ല, ഒന്നും മറ്റൊന്നായി മാറാൻ പറ്റില്ല. ഉള്ള വസ്തുവിനെ കണ്ട് പരമവിശ്രാന്തിയോടുകൂടെ, അതില് വിശ്രാന്തിം അസാധ്യ തുരീയ തൽപേ വിശ്വാദ്യവസ്ഥ ത്രിതയോപരിസ്ഥേ എന്ന് യോഗധാരാവലി ആചാര്യസ്വാമികളുടെ ഒരു കൃതിയാണെന്നാണ് പറയുന്നത്. വിശ്രാന്തിമാസാദ്യ തുരീയ തൽപേ, ഒരു കട്ടിലുണ്ടാക്കിയത്ര. എന്താ കട്ടിലെന്ന് വെച്ചാൽ തുരീയം എന്നുള്ള കട്ടിൽ. ആ കട്ടിലാണ് വിശ്രാന്തി. വിശ്രാന്തിമാസാദ്യ തുരീയ തൽപേ വിശ്വാദ്യവസ്ഥ ത്രിതയോപരിസ്ഥേ നിദ്രാം സഖേ നിർവികൽപ്പം എന്നാണ്. എന്റെ സുഹൃത്തെ, എന്ത് നിദ്രയിലേക്കാ നീ പോകേണ്ടത്? ഒരു വികല്പവുമില്ലാത്ത നിദ്രാം സഖേ നിർവികൽപ്പം എന്നാണ്. നിർവികൽപ്പമായ നിദ്ര, നിർവികൽപ്പമായ നിദ്രയിലേക്ക് പ്രവേശിക്കൂ എന്റെ കൂട്ടുകാരാ. മറ്റിലെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തരുത്, ശാന്തമാക്കൂ, നിർമ്മലമാക്കൂ, പ്രസന്നമായിട്ടിരിക്കൂ, ശാന്തിയോടെ ഇരിക്കൂ. അങ്ങനെ പ്രഭാത അനുസന്ധാനമാണ്. നാളെ ബാക്കി കാണാം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.